ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിത ശിവറാം. എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഒരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അവരെ വിഷ് ചെയ്യുന്നത്? ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ വിഷ് ചെയ്യുന്നത് അല്ലേ? രാവിലെ ആണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയും അല്ലേ? ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഉച്ചയ്ക്കാണെങ്കിലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയും. ഈവനിങ്ങിലാണെങ്കിൽ, വൈകിട്ടാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പറയും. രാവിലെ എന്ന് പറയുമ്പോൾ 12 PM വരെ, മോർണിംഗിൽ 12 PM വരെ നമുക്ക് ഗുഡ് മോർണിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക്, അതായത് 12 PM to 5 PM ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. ഈവനിങ്ങിൽ 5 PM to നൈറ്റ്, അതേത് സമയമായാലും നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരാളെ വിഷ് ചെയ്യാനായിട്ട് ഗുഡ് ഈവനിങ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഗുഡ് നൈറ്റ് എന്നത് പറയുന്നത്. ഗുഡ് നൈറ്റ് ഒരിക്കലും രാത്രി സമയത്ത് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരാളുടെ അടുത്ത് പറയാൻ പാടില്ല. പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, രാത്രിയല്ലേ, അപ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് അല്ലേ യൂസ് ചെയ്യേണ്ടതെന്ന്. ഗുഡ് നൈറ്റ് ഒരിക്കലും ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ അവരെ വിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. ഗുഡ് നൈറ്റ് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു വേർഡാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് എന്നാൽ ശുഭരാത്രി അല്ലേ? അപ്പോൾ അത് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നീ വേർഡ്സുകൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് അടുത്തതായി അവരോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ളത് അല്ലേ? അതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഹൗ ആർ യു. നിങ്ങൾക്ക് സുഖമാണോ? ഹൗ ആർ യു. അപ്പോൾ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് വേറെയും പല സെൻറ്റൻസുകളും നമുക്ക് ചോദിക്കാം കേട്ടോ. എന്തൊക്കെയാണത്? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാം. ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു എന്ന് ചോദിക്കാം. വാട്ട്സ് ന്യൂ വിത്ത് യു, വാട്ട്സ് ന്യൂ വിത്ത് യു എന്നും നമുക്ക് ഹൗ ആർ യു എന്നതിന് പകരമായി ചോദിക്കാവുന്ന സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണത്? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ഡു യു ഡു, വാട്ട്സ് ന്യൂ വിത്ത് യു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് അവരോട് പേര് ചോദിക്കണം അല്ലേ? എങ്ങനെയാണ് പേര് ചോദിക്കുന്നത്? എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരാളോട് പേര് ചോദിക്കുക എന്നുള്ളത് അല്ലേ? നിങ്ങളുടെ പേരെന്താണ് എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട്സ് യുവർ നെയിം അല്ലേ? വാട്ട്സ് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു റെസ്പെക്റ്റ് കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഒരാളെ കാണുമ്പോൾ തന്നെ വാട്ട്സ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണ് എന്നങ്ങനെ ചോദിക്കുമ്പോൾ ഒരു റെസ്പെക്റ്റ് കുറവ്, ഒരു ബഹുമാനക്കുറവ് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് യൂസ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. യുവർ ഗുഡ് നെയിം പ്ലീസ്, യുവർ ഗുഡ് നെയിം പ്ലീസ്. നല്ലൊരു സെൻറ്റൻസ് ആണ് അല്ലേ? ഒരു പൊളൈറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, നല്ലൊരു സെൻറ്റൻസ് ആണ്. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യാവുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് മേ ഐ നോ യുവർ നെയിം പ്ലീസ്, മേ ഐ നോ യുവർ നെയിം പ്ലീസ്. അതുമല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു നോ യുവർ നെയിം പ്ലീസ് എന്നും ചോദിക്കാം. ഐ വുഡ് ലൈക്ക് ടു നോ യുവർ നെയിം. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ള നല്ലൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് യുവർ ഗുഡ് നെയിം പ്ലീസ്. ഇനി വേണമെങ്കിൽ എക്സ്ക്യൂസ് മീ, യുവർ ഗുഡ് നെയിം പ്ലീസ് എന്നുകൂടെ നമുക്ക് ചേർത്ത് ചോദിക്കാവുന്നതാണ്. വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണത്. ഓക്കെ, ഇനി നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു. നമ്മുടെ മലയാളികൾ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുകയാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്. ഇത് തന്നെ മറ്റൊരു സെൻറ്റൻസിൽ നമുക്ക് പറയാം. വാട്ട് ഡു യു ഡു, വാട്ട് ഡു യു ഡു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിച്ചത് ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ എങ്ങനെ വിഷ് ചെയ്യാമെന്നും അതോടൊപ്പം അവരോട് എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാമെന്നുമാണ് അല്ലേ? ഇതിൻ്റെ റിപ്ലൈ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, ബിക്കോസ് വീഡിയോ വളരെ ലെങ്തി ആയി പോകും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് യാത്ര പറഞ്ഞ് പിരിയുന്ന സമയത്ത് എന്തൊക്കെ വേർഡ്സുകൾ യൂസ് ചെയ്യാമെന്നത് നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സി യു. സി യു എന്നാൽ കാണാം, നിങ്ങളെ കാണാം എന്നൊരർത്ഥം. പിന്നെ സി യു ലേറ്റർ എന്ന് പറയാം, പിന്നീട് കാണാം എന്നൊരർത്ഥത്തിൽ സി യു ലേറ്റർ യൂസ് ചെയ്യാം. അതുപോലെ
സി യു ടുമോറോ എന്നാൽ നാളെ കാണാം. അങ്ങനെ പല വേർഡ്സുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇനി രാത്രിയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പോരുന്ന സമയത്ത് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞു പോരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ടേക്ക് കെയർ, ബൈ ബൈ എന്നും പറയാം. ടേക്ക് കെയർ എന്നാൽ ശ്രദ്ധയോടെ ഇരിക്കൂ അല്ലെങ്കിൽ സ്വയം സംരക്ഷിക്കൂ എന്നുള്ള ഒരർത്ഥമാണ്. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ എന്നും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ ഫ്രം അജിത ശിവറാം.